വീടിൻ്റെ അടുത്ത് ആരാ നിങ്ങളാണോ മറ്റേ അവര് പഠിക്കുന്നുണ്ടോ അംഗൻവാടി കുഞ്ഞിൻ്റെ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ രണ്ടുപേരും പിന്നെ മോനിക്കിലായിരുന്നു. ഹസ്ബൻഡ് എന്താണ് പണി? മേസ്തിരി പണി. മൂന്നാം പണി ബഹുമാനായിട്ടുള്ള മത്സ്യേട്ടൻ, അദ്ദേഹം പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. തിരുവല്ല കേന്ദ്രമാക്കി അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് മധുച്ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കാൻ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ അത് അദ്ദേഹം ആ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിൽ സഹായിക്കാമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാനിവിടെ അനിയൻകുഞ്ഞിനോട് ഞാൻ അന്വേഷിച്ചു. ഇവിടെ ആരെങ്കിലും നമ്മുടെ ഇവിടെ പ്രദേശത്ത് ആരെങ്കിലും ഇത്തരത്തിൽ TV ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്താണ് അനിയൻകുഞ്ഞാണ് നിങ്ങളുടെ പേര് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് മധുച്ചേട്ടനോട് ഞാനിത് പറയുകയും മധുച്ചേട്ടൻ അങ്ങനെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ കാര്യം ചെയ്തു തരാമെന്ന് ഏൽക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ TV-യുമായി വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അതിന് നേതൃത്വം കൊടുത്ത അത്രയും മനസ്സ് കാണിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മധു പരിമല അവர்கள் അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ BJP-യുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, കവിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ രാജേഷ് കുമാർ അവർ സന്നിധരായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റും SC മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ അനിയൻകുഞ്ഞ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ബൂത്തിന്റെ സെക്രട്ടറി ശ്രീ ഷാലു നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ ഇവിടെ ഇവർക്ക് കുടുംബപരമായ കുറച്ച് വസ്തുക്കളുണ്ട്. താൽക്കാലികമായിട്ടാണ് അവർ ഷെഡ് വെച്ച് ഇവിടെ താമസിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഈ കുട്ടി നല്ലതായി പഠിക്കുന്ന ആളാണ്. CMS സ്കൂളിലാണ് പഠിക്കുന്നത്. നല്ലതായിട്ട് പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ കുട്ടിക്ക് പ്രചോദനം എന്ന നിലയിൽ വീട് വെച്ച് കൊടുക്കാൻ CMS സ്കൂൾ തീരുമാനിച്ചു. എന്നെ വന്നവർ കണ്ടിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ച് കളക്ടറെ പോയി കാണുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു എവിടെയെങ്കിലും ഇവർക്കൊരു വസ്തു വാങ്ങിച്ചു കൊടുക്കാൻ. പക്ഷേ അവർക്ക് അവർ വീട് വെച്ച് കൊടുക്കത്തുള്ളൂ. സ്ഥലം അവർ വാങ്ങിക്കൊടുക്കണം. പക്ഷേ അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നതുകൊണ്ട് നമ്മുടെ ഗുരുതികാമങ്കാവ് കോളനിയിൽ തന്നെ ഒരു വീട് സ്ഥലം ഉൾപ്പെടെ അവർ തന്നെ കണ്ടെത്തി കാണിച്ചു കൊടുത്ത് അത് അവർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എനിക്കൊരു 2 ആഴ്ച മുമ്പ് അതിൻ്റെ ആധാരം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ ബാക്കി പണികൾ അതിന് കൊടുത്തു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും ഇതിന് അർഹതയുള്ളൊരു കുടുംബത്തെയാണ് ഇവിടുന്ന് തെരഞ്ഞെടുത്ത് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഞങ്ങൾ തന്നിട്ടുള്ളത്. ഈ സംരംഭത്തിന് ഈ സംരംഭത്തിന് മനസ്സ് കാണിച്ച ഞങ്ങളുടെ ഈ കവിയൂർ പഞ്ചായത്തിൽ വന്ന ഈ 3ാം വാർഡിലെ ഈ കുടുംബത്തിന് ഇങ്ങനൊരു കാര്യത്തിന് മനസ്സ് കാണിച്ച ബഹുമാനപ്പെട്ട മധുച്ചേട്ടനെ ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങോട്ട് വരുന്നു. നമ്മള് ബഹുമാനപ്പെട്ട ദിനേശ്, പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പ്രിയപ്പെട്ട രാജേഷ്, പ്രിയപ്പെട്ട അനിയൻകുഞ്ഞ്, നമ്മളിന്നിവിടെ TV കൊടുക്കുന്നത് അലീനയ്ക്കാണ്.
നമുക്കറിയാം കോവിഡ് പശ്ചാത്തലത്തിൽ ഈ വർഷം സ്കൂളുകളിലേക്ക് പോകാൻ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കോവിഡ് കാലത്ത് സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഇപ്പോൾ സെക്കൻഡ് ടൈം തീരാൻ പോവുകയാണ്. ഈ സമയത്ത് പോലും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത് പഠിക്കാൻ അലീനെ പോലുള്ള ബുദ്ധിമുട്ടുന്ന ഒത്തിരി കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം ഈ വീടിൻ്റെ പശ്ചാത്തലം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. ഇന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നല്ല മിടുമിടുക്കരായ കുട്ടികൾ വളരുന്ന വീടുകളിൽ ഇത്തരം യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ ജീവിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും ദുഃഖകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ ചെറിയ ചെറിയ സഹായങ്ങൾ ആണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മറ്റൊരു വീട്ടിൽ നമ്മൾ TV കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും TV ഇല്ല, ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ആ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലീനെ നമ്മൾ ഈ TV വാങ്ങുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തു. ഇന്ന് അലീനയ്ക്ക് TV കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുകയും നന്നായി പഠിക്കുകയും വേണം. അപ്പോൾ ഇനി നന്നായി പഠിക്കുമ്പോൾ നമുക്ക് അലീനയ്ക്ക് എന്തെങ്കിലും സഹായമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തു തരും. അപ്പോൾ അത് നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കേട്ടല്ലോ? അതുകൊണ്ട് അലീനയ്ക്ക് ഈ TV സമ്മാനിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അലീന ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് നന്നായി പഠിക്കും എന്ന് വിചാരിക്കുന്നു. അതിന് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അലീനെങ്കിൽ പറഞ്ഞു ഇങ്ങോട്ട് പാടും. അവിടെ എല്ലാവരും കിട്ടണം. മോനെ വീട്ടിൽ പിടിച്ചോ, അലീനെ പിടിക്കൂ, കുഞ്ഞു പിടിക്കും. അലീനെ പിടിച്ചു, ഉറക്കെ പിടിക്കും, ബലമായിട്ട് പിടിച്ചു. എടുത്തോ, എല്ലാവരും കിട്ടുന്ന പോലെ എടുക്കോ. അലീൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ മോനെ അങ്ങോട്ട് നോക്കും. പിടിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗൂടിയായിട്ടുള്ള രാജേഷ് മാറ്റി. നമ്മുടെ പ്രിയങ്കരനും ബി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ മത്സരന്, അതോടൊപ്പം തന്നെ കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയും സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ അംഗവുമായ ദിനേശേരന്, ഈ ബൂത്തിന്റെ ഭാരവാഹികളായ അനിയൻകുഞ്ഞ്, ഷാലു അടക്കമുള്ള പ്രവർത്തകരെ, പ്രിയപ്പെട്ട അലീന, ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന അനവധി കുടുംബങ്ങൾ നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു കൈത്താങ്ങായിട്ടൊരു സഹായം ചെയ്യാനായിട്ട് മുൻകൈ എടുത്ത ഇവിടുത്തെ ബൂത്ത് ഭാരവാഹികൾക്കും, അതോടൊപ്പം തന്നെ ഇത് നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നിട്ടുള്ള പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിക്കും ശിശിയ മതിച്ചേരനും ഉള്ള ഒരു ആശംസ അറിയിക്കുകയാണ്. ഈ രീതിയിൽ ഈ പദ്ധതി, ഈ അലീനയ്ക്ക് ഇത് കോർഡിനേറ്റ് ചെയ്ത് തന്ന ദിനേശേരനും BJP കവിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പേരിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. നന്ദി പറയുന്നതിന് വേണ്ടി പനമ്പട്ട പരമല പഞ്ചായത്തിലെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് രാജേഷേട്ടന്, കർഷകമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ദിനേശേട്ടന്, എല്ലാവർക്കും ഈ അലീനയ്ക്ക് TV കൊടുത്തതിൽ മേളിൽ കയറിയെല്ലാം